തൃശൂർ പൂരം അലങ്കോലമാക്കിയത് വി.എസ്. സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ. സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ. വെള്ളാഞ്ചിറ പൊരുന്നംചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നിൽപ്പ് സമരം. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് വി.എസ്. സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ. തൃശൂർ പൂരം അലങ്കോലമാക്കിയ പാപഭാരത്തിൽ നിന്ന് കൈകഴുകാനും സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതുമാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ പറഞ്ഞു. ക്ഷേത്ര ഉത്സവങ്ങൾ, ആചാരങ്ങൾ അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ നയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരീശ്വരവാദികളാണ്. ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു, ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ശബരിമലയിൽ ചെന്ന് തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസറാക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വം മന്ത്രിയുള്ള നാടാണ് കേരളം. ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നയിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇടതുപക്ഷത്തിന്റെ മനസ്സിലിരിപ്പ്, അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. അവരിതിനെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. വിശ്വാസങ്ങളെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് കാണാനും അതേ രീതിയിൽ നോക്കിക്കാണാനും അവർക്കൊരിക്കലും സാധ്യമല്ല. അവരെല്ലാത്തിനെയും രാഷ്ട്രീയമായിട്ട് കാണും. അവർ നോക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ, അത് ബി.ജെ.പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടി, ആ നിലയ്ക്കാണ് CPM ഉത്സവങ്ങളെ കാണുന്നത്. വെള്ളാഞ്ചിറ പൊരുന്നംചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തിനരികിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെയും 21-ാം വാർഡിലെയും 400ഓളം വരുന്ന വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത് ഈ കുളത്തിലെ മലിനജലമാണ്. MLA ആയ മന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്ന ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എലിപ്പനി മൂലം 4 പേർ ഈ വാർഡിൽ മരണപ്പെട്ടിട്ടും അധികാരികൾക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന മലിനജലത്തിലും ജലസേചന വകുപ്പിന് കൃത്യമായി പണം നൽകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. മഞ്ഞ നിറത്തിലുള്ള മലിനജലമാണ് യാതൊരുവിധ ശുചീകരണവും നടത്താതെ ജലസേചന വകുപ്പ് അധികാരികൾ പമ്പ് ചെയ്ത വീട്ടുകാർക്ക് നൽകുന്നത്. ഇതിനെതിരെ പരിസരവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല. മഴക്കാലമായതോടെ പരിസരങ്ങളിലുള്ള മുഴുവൻ അഴുക്കും കുത്തിയൊലിച്ച് കുളത്തിൽ എത്തിച്ചേരുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ കുളം നവീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവിനോട് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും MLA കൂടിയായ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. പ്രതിഷേധ സമരത്തിൽ സുരേഷ് AV, സുനിലൻ പീണിക്കൽ, TK ശശി, അപ്പുക്കുട്ടൻ, സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ആളൂർ. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാതെയായിട്ട് ഒരാഴ്ച പിന്നിട്ടു. നടപടി എങ്ങും എത്തിയില്ല. തകരാർ പതിവായി ലിഫ്റ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ കേരള NGO യൂണിയൻ അധികൃതർക്ക് നിവേദനം നൽകി. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നെത്തുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റ് സ്തംഭിച്ചത് നാട്ടുകാരെയും ജീവനക്കാരെയും ഒരുപോലെ വലയ്ക്കുകയാണ്. തഹസിൽദാരും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 2 പൂർണ്ണ ഗർഭിണികൾ, 2 ഭിന്നശേഷിക്കാർ, ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആൾ എന്നിങ്ങനെയുള്ളവർ സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിൽ ജീവനക്കാരായുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസുകളിൽ വരുന്ന ഭിന്നശേഷിക്കാരും വയോജനങ്ങൾ അടക്കമുള്ള 100 കണക്കിന് ആളുകൾ വേറെയും ലിഫ്റ്റിനെ ആശ്രയിക്കുന്നവരായുണ്ട്. പലതവണ ലിഫ്റ്റ് തകരാറിലാവുകയും പലപ്പോഴായി നിരവധി പേർ ലിഫ്റ്റിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. തകരാർ പതിവായ ലിഫ്റ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ കേരള NGO യൂണിയൻ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്.
മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത്. നഗരസഭയിലെ 25-ാം വാർഡിലാണ് സംഭവം. പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി CPIയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ 100 രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത്. ഇന്നലെ എനിക്ക് വിധവ പെൻഷൻ വന്നിരുന്നു. അപ്പോൾ മധുരമ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊണ്ടു തരാറ്. ഇന്നലെ പെൻഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് റെസീറ്റ് തന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൈസ തരാതെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായെന്ന് ചോദിച്ചപ്പോൾ ഈ റെസീറ്റ് കാണിച്ച് ഈ കൂപ്പൺ എടുക്കണം എന്ന് പറഞ്ഞ്. കൂപ്പൺ അപ്പം എന്തിനാണത്? അതിങ്ങനെ എല്ലാവരുടെയും ഒന്നും വാങ്ങിക്കണുണ്ട്. വയനാടിൻ്റെ കോടികൾ അവിടെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ വയനാടിന് പറഞ്ഞിട്ട് 100 രൂപ പിരിക്കുന്നത്? അത് വേണം, അത് കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് പിണറായി സർക്കാർ എല്ലാവരും ബ്രാക്ക് വാങ്ങിക്കും അല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞ അന്ന് 50 രൂപ എഴുതുമെന്ന് പറഞ്ഞ്. അപ്പോൾ പറയില്ല 100 രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 100 രൂപ അന്ന് എടുത്തോ. അപ്പോൾ അവർ പറയും 100 രൂപ അല്ലേ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അത് എടുത്തതിന് ശേഷമാണ് എനിക്ക് 1500 രൂപ തന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് പറഞ്ഞു ആ റെസിറ്റ് 100 രൂപ തിരിച്ചു തരണം, ഭയങ്കര പുകിലായിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത്. നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായും പറയപ്പെടുന്നു. ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധ പിരിവ് നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വിദ്യാലയങ്ങളിൽ പൂമൊട്ടുകൾ വിരിഞ്ഞു തുടങ്ങി. ഓണപ്പൂക്കളം സ്വന്തം പൂക്കൾ കൊണ്ട് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. കൂടാതെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറിയിലേക്ക് അടുക്കളത്തോട്ടവും തളിർ ഗ്രൂപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ തളിർ ഗ്രൂപ്പാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്വന്തം പൂക്കൾ കൊണ്ട് പൂക്കളമെന്ന ആശയവുമായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെ സമീപിച്ചത്. ഇതിനായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ 6000 ചെണ്ടുമല്ലിച്ചെടിയും 700 വാടാമല്ലിച്ചെടികളുമാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ സൗജന്യമായി വിതരണം ചെയ്തത്. ഓരോ വിദ്യാലയങ്ങളിലും അതാത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യമുള്ള തളിർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു തൈകൾ നട്ടുപിടിപ്പിച്ചത്. കൂടാതെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറിയിലേക്കും കുട്ടികളുടെ ഒരു പങ്ക് എന്ന ആശയവുമായി അടുക്കളത്തോട്ടവും തളിർ ഗ്രൂപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. പൂക്കൃഷി പദ്ധതിയുടെ മണ്ഡലതല വിളവെടുപ്പ് ഉദ്ഘാടനം ഇടവിലങ്ങ് GLP സ്കൂളിൽ ET ടൈസൺ MLA നിർവഹിച്ചു. ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വാർഡ് മെമ്പർ KK മോഹനൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR കൈലാസൻ, ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, വാർഡ് മെമ്പർമാരായ ആശാലത, MA ഹരിദാസൻ, പ്രധാനാധ്യാപിക ജ്യോതി, തളിർ പദ്ധതി കോർഡിനേറ്റർ ദേവി, PTA പ്രസിഡന്റ് PM ഷഫീർ, MPTA പ്രസിഡന്റ് അഞ്ജു സുവിഷ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. 3 അംഗ വനിതാ കൂട്ടായ്മയിൽ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. ദേശീയ പാതയോരത്ത് ചന്ദ്രാപ്പിനിയിലാണ് കാഴ്ചയ്ക്കൊരു മനം നിറച്ച് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും. ചന്ദ്രാപ്പിന്നി മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന രത്നചന്ദ്രൻ, ആശാരാജൻ, ഗൗരി ശിവദാസൻ എന്നിവരാണ് എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ചാമക്കാല സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ 1/2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത്. വർഷങ്ങളായി കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ. നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ 2500 ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാണകപ്പൊടിയും ഫാക്ടം ഫോസും ന്യൂട്രിമിക്സുമായിരുന്നു പ്രധാന വളം. മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് കൃഷിക്ക് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു. 2 മാസത്തിനു ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു. കൃഷി ഓഫീസർ PC സജന, കൃഷി അസിസ്റ്റന്റ് VCCG എന്നിവരുടെ മേൽനോട്ടവും
കൃഷിക്ക് ഉണ്ടായിരുന്നതായി കൂട്ടായ്മ അംഗങ്ങളിൽ ഒരാളായ രത്ന ചന്ദ്രൻ പറഞ്ഞു. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത്. അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും. ഓണം എത്തുന്നതോടെ വിളഞ്ഞ ചെണ്ടുമല്ലികളെല്ലാം വിൽപ്പന നടത്താം എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. മീഡിയ ടൈം, കയ്പമംഗലം. ഫർണിച്ചറുകളുടെ വലിയ ശ്രേണിയുമായി വുഡ് സ്റ്റൈൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ അലങ്കാര മാളയിൽ പ്രവർത്തനം തുടരുകയാണ്. സ്ഥാപനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ മഹോത്സവമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇഷ്ടയിടങ്ങൾ ഇഷ്ടത്തോടെ ഒരുക്കാം അലങ്കാരയിലൂടെ. വീടിന് ആവശ്യമായ ഫർണിച്ചറുകളുടെ വലിയ ശ്രേണിയുമായി വുഡ് സ്റ്റൈൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ അലങ്കാര മാളയിൽ പ്രവർത്തനം തുടരുകയാണ്. മാള പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ മഹോത്സവമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം. കൂടാതെ ഗൃഹപ്രവേശനത്തിന് സ്പെഷ്യൽ ഓഫർ. ബ്രാൻഡ് ബെഡുകൾക്ക് 2 പില്ലോയും 1 ബെഡ്ഷീറ്റും ഫ്രീ. ഒപ്പം 10% മുതൽ 50% വരെ ക്യാഷ് ഡിസ്കൗണ്ടും നൽകുന്നു. ഫുൾ കവർ സോഫ സെറ്റുകൾ വീടിന് അനുയോജ്യമായ രീതിയിൽ അളവെടുത്ത് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. സോഫ സെറ്റ്, കട്ടിൽ, കിടക്ക, വാർഡ്രോബ്, ഡൈനിങ് ടേബിൾ, ചെയർ, ഡ്രസ്സിംഗ് ടേബിൾ, സ്റ്റീൽ ഫർണിച്ചറുകൾ, ദിവാൻ കോട്ട്, ടീപ്പോയി, TV സ്റ്റാൻഡ് എന്നിവ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് മുഖേന EMI സൗകര്യവും ലഭ്യമാണ്. സഹോദര സ്ഥാപനങ്ങൾ വെസ്റ്റ് ചാലക്കുടി, അമ്പലനട, VR പുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം, ചാലക്കുടി. നമസ്കാരം. ഇഷ്ടയിടങ്ങൾ ഇനി ഇഷ്ടത്തോടെ ഒരുക്കാം. വീടിനാവശ്യമായ ഫർണിച്ചറുകളിൽ വലിയ ശ്രേണി മാളയിൽ. അതെ, വുഡ് സ്റ്റൈൽ അലങ്കാര മാളയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കസ്റ്റമൈസ് ചെയ്തു ഒരുക്കുന്ന ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണി തന്നെയാണ് മാളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിളുകൾ, അലമാരകൾ തുടങ്ങിയ നിരവധി വീടിനാവശ്യമായ സാധനങ്ങൾ മാളയിലെ വുഡ് സ്റ്റൈൽ ഒരുക്കിയിരിക്കുകയാണ്. ഓണത്തോടൊപ്പം അനവധി ഓഫറുകളും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ടുകളും വുഡ് സ്റ്റൈൽ അലങ്കാരം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. ബിസിനസ് ഡെസ്ക്, മാള. ഇനി നാട്ടിൽ നടന്നത്. ആശുപത്രിയിൽ അക്രമം കാണിച്ചയാൾ മാള പോലീസ് പിടിയിൽ. വടമ ചാത്തക്കൂടം വീട്ടിൽ പ്രശാന്തിനെയാണ് SHO V സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂട്ടന്റെ തിയറിയോടൊപ്പം മാധവ ന്യൂട്ടൻ തിയറി എന്നാക്കി അതിനെ രൂപാന്തരപ്പെടുത്താൻ ആധുനിക ലോകവും ഗണിതശാസ്ത്ര മേഖലയും തയ്യാറാകുമ്പോൾ കേരളത്തിലെ ഒരു കരിക്കുലത്തിലും ഇത് ഉൾപ്പെടുത്തുവാനോ ഒരു യൂണിവേഴ്സിറ്റിയിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനോ തയ്യാറാകാത്തത് ഖേദകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ആഗോള ഗണിതശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവൻ ജീവിച്ചിരുന്ന കല്ലേറ്റുകരയിലെ ഇരിങ്ങാടപ്പള്ളി മനയും വാനനിരീക്ഷണം നടത്തിയിരുന്ന ഇരിങ്ങാടപ്പള്ളി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന പാല സെന്റ് തോമസ് കോളേജ് മാനേജറും പ്രിൻസിപ്പളും അധ്യാപക ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും പ്രായം ചെന്ന അധ്യാപക സന്നിധിയിലെത്തി. 99 വയസ്സ് പൂർത്തിയാക്കിയ കോളേജ് ഹിന്ദി വിഭാഗം മുൻ തലവനും ഇപ്പോൾ കുഴൂരിൽ താമസക്കാരനുമായ പ്രൊഫസർ RS പൊതുവാളിനെ ആദരിക്കുവാൻ മാനേജറും രൂപത മുഖ്യ വികാരിയുമായ ജോസഫ് തടത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ്, അൽമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡിജോ കാപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി ആദരിച്ചത്. ആദരവ് ചടങ്ങിൽ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, വാർഡ് മെമ്പർ സേതുമോൻ ചിറ്റേത്ത്, I ബാലഗോപാൽ, സഞ്ജീവ് നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. ഒരു വ്യക്തിത്വമാണ് ഗുരുഭൂതൻ എന്ന് പറയുന്നത്. ഗുരു സാക്ഷാത് പരബ്രഹ്മൻ എന്നാണ് നമ്മൾ ഗുരുക്കന്മാരെ പറ്റി പറയുന്നത്. നമുക്ക് അധ്യാപകർ വെറും അധ്യാപകരല്ല, ആ ലെവലിൽ എല്ലാവരും നിൽക്കേണ്ട ഒരു ഗുരുഭൂതന്മാരും ആചാര്യന്മാരുമായിട്ട് മാറേണ്ടവർ. അങ്ങനെ ഗുരുഭൂതരായിട്ട് മാറുന്ന വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അതിന്റെ അർത്ഥം എന്താണെന്ന്. ഭൂശബ്ദം അന്ധകാരം താൻ, ഭൂശബ്ദം തൻ നിരോധകമെന്ന് പറയുന്നത്. അന്ധകാരത്തെ നീക്കിക്കളയുന്നവനാണ് ഗുരുഭൂതൻ അല്ലെങ്കിൽ ഗുരു. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട പൊതുവാൾ സാറിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് കേട്ടുള്ള പരിചയമേ ഇന്നുവരെ ഉണ്ടായിരുന്നുള്ളൂ. സാക്ഷാൽ ശിഷ്യഗണങ്ങളിൽ നിന്ന് അന്ധകാരത്തെ മാറ്റുവാൻ പരിശ്രമിച്ചിരുന്ന ഒരു ഗുരു തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും അധ്യാപനം കൊണ്ട് തന്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തിയിരുന്നില്ല. പറവൂർ നെടുമ്പാശ്ശേരി റോഡിൽ മാഞ്ഞാലി പാലത്തിൽ നിന്നും പെരിയാറിലേക്ക് ചാടിയ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഫയർഫോഴ്സ് സംഘം യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്.
പറവൂർ മാക്കനായി ക്ഷേത്രത്തിന് സമീപം കളപ്പറമ്പിൽ തമ്പിയുടെ മകൻ അഭിജിത്താണ് കഴിഞ്ഞ രാത്രി 11 മണിയോടെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. പറവൂരിലെ പതിയാറ ടൈൽസിന്റെ ഗോഡൌൺ ജീവനക്കാരനാണ്. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെ മരക്കൊമ്പ് ദേഹത്ത് വീണ് ഗുരുതരമായി പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയയാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. മേരൂർ സ്വദേശി ബേബിയാണ് മരത്തിൽ കുടുങ്ങിയത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. കോടശ്ശേരി എലഞ്ഞിപ്പറ തുരുത്തുമ്മൽ കല്യാണിയുടെ വീട്ടുപറമ്പിലെ മഹാഗണി മരത്തിൽ കയറി ചില്ലകൾ വെട്ടുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. 50 അടിയോളം ഉയരത്തിൽ കുടുങ്ങിയ ബേബിയെ ഫയർഫോഴ്സ് ഓഫീസർമാരായ അനിൽ മോഹൻ, രോഹിത് കെ ഉത്തമൻ എന്നിവർ മരത്തിൽ കയറി അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. 1 മണിക്കൂർ സമയത്തെ പ്രയത്നത്തിന് ശേഷം വലയിൽ താഴേക്ക് ഇറക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. PV അൻവർ MLA വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കേരളത്തെ ക്രിമിനലുകൾക്ക് ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം മാള ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് TH ഹൈദ്രോസ്, മണ്ഡലം സെക്രട്ടറി EK അബ്ദുൽ ഖാദർ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് NA ഹസൻ, FITU ജില്ലാ സെക്രട്ടറി സത്താർ, അന്നമനട പ്രവാസി വെൽഫെയർ കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ ഷാനവാസ് ഹസൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷം സെപ്റ്റംബർ 8 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ വർഗീസ് പാത്താടൻ മുഖ്യ രക്ഷാധികാരിയായ സംഘാടക സമിതിയാണ് തിരുനാൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 5-ാം തീയതി തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള രോഗീ ദിനത്തിൽ കിഡ്നി ഫെഡറേഷൻ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമേലച്ചൻ ചില്ലറക്കാരി പദ്ധതിയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമായ ഫാദർ ജിബിൻ നായത്തോടൻ, ഫാദർ ഡിക്സൺ കാഞ്ഞൂക്കാരൻ, ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനേക്കാടൻ, കൈക്കാരൻ ജോൺ ആളൂക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ നിശാന്ത് D കൂള തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് KS ലാലൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരീഷ്, മേഖലാ സെക്രട്ടറി AS രാധാകൃഷ്ണൻ, ശ്രീജിത്ത് നാലുമാക്കൽ, IR ജ്യോതി, ബിനീഷ്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ ടീം ഡോഗ് അവരുടെ ജീവനക്കാരുടെ വിപുലമായ ഓണാഘോഷം ചെറിയ ആഘോഷമാക്കി മാറ്റി തുക വയനാടിന്റെ ദുരിതാശ്വാസത്തിനായി സമർപ്പിച്ചു. ഡോഗ് ഇന്റീരിയേഴ്സിലെ റിയാസ് തോട്ടുങ്ങൽ, ഷഫീർ തോട്ടുങ്ങൽ എന്നിവർ കൗൺസിലർ PN വിനയചന്ദ്രന്റെ സാന്നിധ്യത്തിൽ ഭൂരേഖ തഹസിൽദാർ സുമ D നായർക്ക് തുക കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് VS സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ. വെള്ളാഞ്ചിറ പൊരുന്നംചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നിൽപ്പ് സമരം. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും 7 വർഷമായി ഈ കുളം വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.